എന്താ പറയാ, ഓണമൊക്കെ അല്ലേ. അപ്പോൾ ഓണമൊക്കെ അതുകൊണ്ട് നമുക്ക് അങ്കിളിനും ആൻറ്റീനെയും കൂട്ടി ലുലു വരെ ഒന്ന് പോയിട്ട് വരാം. ഓണായതുകൊണ്ട് തന്നെ ലുലുവിൽ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് ലുലുവിൽ പോയത് തന്നെ നെക്സ്റ്റ് ഡേ അങ്കിളിന് ഞങ്ങളുടെ ചെറിയ ഓണസദ്യ, ചെറിയ രീതിയിലുള്ള ഓണസദ്യ വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ എന്തേ അവിടെ ലുലുവിൽ ചെന്നപ്പോൾ അവിടെ പായസമേള ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് എടുത്തത് പാൽപ്പായസവും പാലട പ്രഥമനുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതേ ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ നെക്സ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ, അതും അങ്കിളിൻ്റെ വീട്ടിൽ. അങ്ങനെ നെക്സ്റ്റ് ഡേ ബൈ ആഫ്റ്റർനൂൺ ഞങ്ങൾ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയായിരുന്നു സദ്യ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ സദ്യ വെച്ച് അവിടെ കഴിക്കാൻ പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഡാഡി മമ്മിയൊക്കെ നല്ല മാച്ചിങ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. ഗായ്സ്, അപ്പം നമുക്ക് ഓണമില്ല. എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഓണമില്ല. പക്ഷേ ഞങ്ങളുടെ അങ്കിള് ഞങ്ങളെ വിളിച്ച് അങ്കിളിൻ്റെ വീട്ടിൽ നമുക്ക് ഓണം സദ്യ റെഡിയാക്കി തന്നിട്ടുണ്ട്. അങ്കിളിൻ്റെ ഓണസദ്യയും ഫുൾ ഇന്ന് രാവിലെ 5:30 തുടങ്ങിയ പരിപാടിയാണ് അല്ലേ അങ്കിൾ? അതെ അതെ അങ്കിൾ. അപ്പം 5:30 തുടങ്ങി 2 മണി ആയപ്പോഴത്തേനും ഫുൾ സെറ്റാക്കി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം താങ്ക് യു അങ്കിൾ. ആൻറ്റിയുടെ അങ്ങനെ ഫൈനലി ഞങ്ങൾ അങ്കിൾ ഉണ്ടാക്കിയ സദ്യയൊക്കെ തിന്നു കഴിഞ്ഞിട്ട് പായസം കഴിക്കാൻ പോകണം അല്ലേ? അല്ലേ? അതെ. ഞങ്ങൾ മറ്റേ പായസം കഴിക്കാൻ പോകണം. മറ്റേ എന്നാ പായസം അങ്കിൾ ഇത്? അടപ്രഥമനും പഴവും പിന്നെ പപ്പടവും. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഓണസദ്യയൊക്കെ തിന്നു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകണം അല്ലേ അങ്കിളെ? അതെ അതെ. അങ്കിളുടെ ഓണസദ്യ തിന്ന് മത്ത് പിടിച്ച് കിറങ്ങി വീട്ടിലേക്ക് പോകുന്നു. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഹാപ്പി ഓണം ടു എവരിവൺ. സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ ബൈ. ടേക്ക് കെയർ.